നമസ്കാരം. ദുരന്തർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗവും ആദ്യ ഭാഗം പോലെ തന്നെ വലിയ ഹിറ്റിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടികൾ വാരി വലിയ ഹിറ്റിലേക്ക് അത് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഒരു സിനിമയുടെ ദൈർഘ്യം എന്നൊക്കെ പറഞ്ഞാൽ 3 മണിക്കൂറൊക്കെ പരമാവധിയാണ്. പക്ഷേ ഈ സിനിമയ്ക്ക് 4 മണിക്കൂറിന് അടുത്താണ്. ഏതാണ്ട് 3 മണിക്കൂർ 44 മിനിറ്റൊക്കെയാണ് ഇതിൻ്റെ ദൈർഘ്യമായിട്ട് പറയുന്നത്. എന്നിട്ടും ഒരു നിമിഷം പോലെ ലാഗടിക്കാതെ ആളുകൾ വലിയ ത്രില്ലിങ്ങോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സിനിമ. കുറ്റം പറയാൻ വിമർശകർക്കൊന്നും കിട്ടുന്നില്ല. അതിലെ അഭിനേതാക്കളുടെ പ്രകടനം മോശമാണെന്നോ അല്ലെങ്കിൽ ലാഗടിക്കുന്നെന്നോ മേക്കിംഗ് കൊള്ളില്ലെന്നോ മ്യൂസിക് കൊള്ളില്ലെന്നോ BGM കൊള്ളില്ലെന്നോ ഇങ്ങനെയൊന്നും പറയാൻ അവർക്ക് യാതൊന്നും കിട്ടുന്നില്ല. പ്രത്യേകിച്ചും സുഡാപ്പികൾക്കും ചില സോക്കോൾഡ് കമ്മികൾക്കും. അവരിതിനെ ഒരു പ്രോപ്പഗണ്ട സിനിമയായിട്ടാണ് ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് BJPയെ മോദിയെ പുകഴ്ത്താൻ വേണ്ടിയിട്ടുള്ള ഇല്ലാത്ത കെട്ടുകഥകളാണ് ഈ സിനിമയിൽ കാണിക്കുന്നത് എന്ന തരത്തിലാണ് പറയുന്നത്. ഒരുപക്ഷെ ഇത്തരം ചില വാദങ്ങളും പോസ്റ്റുകളും ഇതിനകം നിങ്ങൾ കണ്ടു കാണും. അവരെ തിരുത്താനോ പറഞ്ഞ് മനസ്സിലാക്കാനോ ഒന്നും നമ്മളെക്കൊണ്ട് പറ്റില്ല. കാര്യം അതങ്ങനെ മോൾഡ് ചെയ്യപ്പെട്ട ഒരു പ്രത്യേക വിഭാഗമാണ്. പക്ഷേ ഈ വാർത്തകളും പോസ്റ്റുകളൊക്കെ കണ്ടിട്ട് നിങ്ങളിൽ ചിലർ വിചാരിക്കുന്നുണ്ടാവും ദുരന്തർ സിനിമ ഒരു പ്രോപ്പഗണ്ട സിനിമയാണോ എന്നോ. നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരുപക്ഷെ എനിക്ക് പറ്റിയേക്കും ഏതാനും ഉദാഹരണങ്ങൾ കൊണ്ട് മാത്രം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഇവിടെ 1000-ൻ്റെയോ 500-ൻ്റെയൊക്കെ പഴയ നോട്ടുണ്ടായിരുന്ന ആ കാലത്ത് നമ്മൾ ഈ നോട്ടുകളുമായിട്ട് ഏതെങ്കിലും കടയിൽ ഷോപ്പിലൊക്കെ ചെല്ലുകയാണെങ്കിൽ സാധനമൊക്കെ വാങ്ങിയതിന് ശേഷം ഇത് കൊടുക്കുമ്പോൾ ആ കടക്കാരൻ ഈ നോട്ട് എടുത്തിട്ട് ഇതിൻ്റെ എന്താ പറയുക കമ്പിയും മറ്റു വരയും കുറിയും എല്ലാം കൂടെ നോക്കി ഇത് കള്ളനോട്ടാണോ നല്ല നോട്ടാണോ എന്ന് നോക്കിയിരുന്നൊരു കാലം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇന്ന് ഒരുപക്ഷെ അത്തരം കാഴ്ചയൊന്നുമില്ല. കാരണം ഇന്ന് നിങ്ങളിൽ പലരും നോട്ട് തന്നെ ഉപയോഗിക്കുന്നില്ല. ഇനി അതുപോട്ടെ, VS അച്യുതാനന്ദൻ്റെ കാലത്ത് കൊച്ചിയിൽ 2 കണ്ടെയ്നർ നിറയെ കള്ളനോട്ട് വന്നതായിട്ടുള്ളൊരു വാർത്ത നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിരുന്നോ? ഏതെങ്കിലും പത്രത്തിലെങ്കിലും കണ്ടിരുന്നോ? കഴിഞ്ഞ ദിവസം വരെ, അതായത് ഇപ്പോഴത്തെ വർത്തമാനകാലത്തെ അല്ല, അക്കാലത്തെയാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം വരെ പണിയൊന്നുമില്ലാതെ തേരാപ്പാര നടന്നിരുന്ന ചില പ്രത്യേക വിഭാഗത്തിലെ കൂട്ടർ പെട്ടെന്നൊരു സുപ്രഭാതം മുതൽ വലിയ കാശുകാരായി വലിയ കാറിൽ വരുന്നു, വലിയ വീട് വെക്കുന്നു. കേരളത്തിലെ സ്ഥലങ്ങൾക്ക് റോക്കറ്റ് വേഗതയിൽ അതിൻ്റെ വില കുതിക്കുന്നു. ഒരുപാട് ആളുകൾ റിയൽ എസ്റ്റേറ്റ് മുതലാളിമാരാവുന്നു, ബ്രോക്കർമാരാവുന്നു. ഇങ്ങനെയൊരു കാലം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് മറക്കാൻ മാത്രം അത്ര പഴകിയിട്ടില്ലല്ലോ. നമ്മുടെ മഹാനഗരമായ മുംബൈയിൽ ഭീകരവാദികൾ വന്ന് കൂട്ടക്കുരുതി നടത്തിയിരുന്ന കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 100 കണക്കിന് ആളുകളെ അവർ കൊന്നിട്ട് പോയി. അതിൽ ജീവനോടെ പിടികൂടിയ ഒരാളെ നമ്മളിവിടെ തൂക്കിക്കൊല്ലുകയും ചെയ്തു. അതിനു മുമ്പ് നമ്മുടെ പാർലമെൻറ്റും ആക്രമിക്കപ്പെട്ടിരുന്നു. അതിനു മുമ്പ് നമ്മുടെ വിമാനം തട്ടിക്കൊണ്ടുപോയി കാണ്ഡഹാറിൽ കൊണ്ടിറക്കി വിലപേശി രാജ്യത്തെ നാണം കെടുത്തുകയുണ്ടായി. നമ്മുടെ ഒരു സംസ്ഥാനമായ ഉത്തർപ്രദേശ് ഗുണ്ടകളുടെ ആവാസ വ്യവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോയിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു. അവിടെ അക്ഷരാർത്ഥത്തിൽ ജംഗിൾ രാജായിരുന്നു എന്ന കാര്യം നിങ്ങൾ മറന്നിട്ടില്ലല്ലോ, ഇല്ലേ? അങ്ങനെ തന്നെയായിരുന്നല്ലോ ഒരു കാലത്ത് ഉത്തർപ്രദേശ്. അതിൽ നിങ്ങൾക്ക് 2 പക്ഷമില്ലല്ലോ. 2016 നവംബർ 8-ന് പ്രധാനമന്ത്രി നോട്ട് നിരോധനം നടത്തിയപ്പോൾ അന്നേ ദിവസം മുതൽ ഇവിടെ കാറിക്കൂവി കരയുന്ന ഒരു കൂട്ടരെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതിനുശേഷം എങ്ങനെയാണ് ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റുകളുടെയൊക്കെ കൂമ്പൊടിഞ്ഞു പോയത്? ഇവിടുത്തെ സ്ഥലവില കുത്തനെ താഴോട്ട് പോകാൻ തുടങ്ങിയത് എങ്ങനെയാണ്? അതിനുശേഷം യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നോട്ട് നിരോധനം കൊണ്ട് നമ്മുടെ രാജ്യം തകർന്നു പോകും എന്നാണ് ഇവർ വാദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ തകർന്നത് പാകിസ്ഥാനാണ്. ആ തകർച്ചയിൽ നിന്ന് ഇന്നും പാകിസ്ഥാൻ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ഞാൻ ഈ പറയുന്നത് സത്യമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നോ, കരുതുന്നോ? പിന്നെയും വർഷങ്ങൾക്ക് ശേഷം കേരളത്തിലടക്കം കൊലവിളി നടത്തിയ PFI എന്ന തീവ്രവാദ പ്രസ്ഥാനത്തെ അതിലെ നേതാക്കളെ അടക്കം അറസ്റ്റ് ചെയ്യുകയും ആ സംഘടന തന്നെ നിരോധിച്ചതും നിങ്ങൾ ഇപ്പോഴും വാർത്തകളിലൂടെ കേട്ടതും കണ്ടതും ഓർക്കുന്നുണ്ടോ? ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം, ഇതിനെല്ലാം ഉത്തരം അതെ, യേസ് എന്നാണെങ്കിൽ ദുരന്തർ ഒരു പ്രോപ്പഗണ്ട സിനിമയല്ല. മറിച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണ്, ഇതൊന്നും ഈ രാജ്യത്ത് നടക്കാത്ത കാര്യങ്ങളാണ്, ഇതൊക്കെ ഞാൻ കെട്ടിച്ചമച്ച് പറയുന്നതാണ് എന്ന് നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ശരിയാണ്, ദുരന്തർ പ്രോപ്പഗണ്ട സിനിമയാണ്. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ 80% മുകളിൽ എൻ്റെ ഉറപ്പ് 100% ഞാൻ പറഞ്ഞത് ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു തീരുമാനത്തിലേക്ക് ഞാൻ വിടുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ 80% മുകളിലും ഇവിടെ നടന്ന കാര്യം തന്നെയാണെങ്കിൽ ഇതൊക്കെ തന്നെയാണ് ദുരന്തർ എന്ന സിനിമയിലും പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രോപ്പഗണ്ട സിനിമയാവുന്നത്? ഇനി പ്രോപ്പഗണ്ട സിനിമയാണ് എന്ന് പറയുന്നവരോട് പോലും എന്താണ് ഇതിലെ പ്രോപ്പഗണ്ട എന്ന് ചോദിക്കുമ്പോൾ അവർക്കൊന്നും പറയാനില്ല. അവരിൽ ചിലർ പറയുന്നത് നരേന്ദ്രമോദി നോട്ട് നിരോധിക്കുന്നത് TVയിൽ കണ്ടുകൊണ്ട് പാകിസ്ഥാനിലെ ഈ കള്ളനോട്ടടിക്കാരും മറ്റുമൊക്കെ അലർന്നതും കൂവുന്നതുമൊക്കെ പ്രോപ്പഗണ്ടയാണ് എന്നാണ് പറയുന്നത്. അല്ല, അതിലെ കാണിക്കുന്നൊരു കഥാപാത്രം യഥാർത്ഥത്തിലുള്ള ഒരു കഥാപാത്രത്തെ, യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന കള്ളനോട്ടടിക്കാരൻ്റെ അതേ രൂപത്തിലുള്ള വ്യക്തിയെയാണ് സിനിമയിലും കാണിക്കുന്നത്. ഇനി ഇവർക്ക് അത്ര തമാശയല്ലാത്തൊരു കാര്യം കൂടെ പറയാം. ഇവിടെ നോട്ട് നിരോധിച്ച് ദിവസങ്ങൾക്കുള്ളിൽ അയാൾ അവിടെ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. പിന്നീട് ആ ടീമിൽ തന്നെയുള്ള മറ്റൊരാളാണ് നേപ്പാൾ വഴി ഉത്തർപ്രദേശിലേക്ക് കടക്കുകയും അവിടെ നിന്ന് കേരളത്തിൽ വന്ന് 12 വർഷത്തോളം ഒളിവിൽ കഴിഞ്ഞ് ഈ കഴിഞ്ഞിടയ്ക്ക്
അധിക ദിവസമായില്ല, ഈ കഴിഞ്ഞിടയ്ക്ക് ബീഹാറിൽ പോയപ്പോൾ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. പിന്നെ യു പിയിലെ കൊടും ക്രിമിനലും ഗുണ്ടയും കൊലപാതകയൊക്കെയായ ഒരു ഗുണ്ട തലവനുണ്ടായിരുന്നു, ആദിഫ് അഹമ്മദും അയാളുടെ മകനും അയാളുടെ സഹോദരനുമൊക്കെ. അവരെ 2017 തന്നെ യോഗി ആദിത്യനാഥ് അവിടുത്തെ മുഖ്യമന്ത്രിയായപ്പോൾ തൂക്കിയെടുത്ത് അകത്തിട്ടിരുന്നു. പക്ഷേ ജയിലിൽ അകത്ത് കിടന്നും അയാളുടെ കുത്സിത പ്രവൃത്തികൾ തുറന്നുകൊണ്ടിരുന്നു. അയാൾ പാകിസ്ഥാൻ്റെ ചാരസംഘടനയായ ISIയുമായും ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ഇത് മനസ്സിലാക്കിയ ഇയാളെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് മാധ്യമങ്ങളുടെയൊക്കെ മുന്നിൽ വെച്ച് തന്നെ, പോലീസല്ല ചെയ്തത്, പ്രത്യേകം ശ്രദ്ധിക്കുക, പോലീസല്ല ചെയ്തത്, പക്ഷേ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ വേറെ ടീമുകൾ വന്ന് തീർത്തിട്ട് പോയി. അതിനെതിരെയും ഇവിടെയുള്ള മാധ്യമങ്ങൾ വലിയ കൊരയായിരുന്നു. ഓർക്കുക, 100-ലധികം ക്രിമിനൽ കേസുകളുള്ള കൊടും കുറ്റവാളിയാണ് അയാൾ. ഏതാണ്ട് 10-12 പേരെ കൊലപ്പെടുത്തിയ വ്യക്തിയാണ് അയാൾ. ഒരു സംസ്ഥാനത്തെ തന്നെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് അയാൾ. ഒടുവിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ മൊത്തമായി തന്നെ വിലക്കെടുത്തുകൊണ്ട്, അതായത് സമാജ്വാദി പാർട്ടിയാണ്, ആ പാർട്ടിയുടെ MP ആയി പാർലമെൻറ്റിൽ വരെ എത്തിയ വ്യക്തിയാണ് അയാൾ. അയാളെയും അയാളുടെ രൂപത്തിലുള്ള അതേ കഥാപാത്രത്തെ വെച്ചുകൊണ്ട് തന്നെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് പ്രോപ്പഗണ്ടയാവുന്നത്? ആ സംഭവം ഏതാണ്ട് അതേപോലെ തന്നെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം ഈ രാജ്യത്തും പാകിസ്ഥാനിലുമൊക്കെ നടന്ന കാര്യമാണ്. മാത്രമല്ല, നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് കുറേ വാർത്തകൾ, അതിപ്പോൾ സ്ഥിരമായി പതിവായി, നമുക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. പാകിസ്ഥാനിൽ പലയിടങ്ങളിലായിട്ട് ഒളിവിൽ കഴിഞ്ഞിരുന്ന ഭീകരർ അജ്ഞാതരാൽ കൊല്ലപ്പെടുന്ന വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട്. ഇത് സത്യമല്ലേ? നമ്മൾ കേൾക്കുന്നു, കാണുന്നു അത്തരം വാർത്തകൾ. അതും ഈ സിനിമയിലുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ സിനിമ പ്രോപ്പഗണ്ട സിനിമയാവുന്നത്? ഇത് യഥാർത്ഥത്തിലുള്ള സിനിമയാണ്. താരതമ്യം ചെയ്യാനല്ല, എങ്കിലും ഞാൻ പറയാം. വിനയൻ്റെ വാർ ആൻഡ് ലവ് എന്ന് പറഞ്ഞൊരു സിനിമ ഇവിടെ ഉണ്ടായിരുന്നു പണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും പിന്നെ അവിടെ കുറേ ഇന്ത്യക്കാർ അകപ്പെടുന്നതും പ്രതികാരം ചെയ്യുന്നതും രക്ഷപ്പെടുന്നതൊക്കെയാണ് അതിൻ്റെ പ്രമേയം. ഞാനത് മുഴുവനായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അന്ന് എന്തെങ്കിലും വല്ല വിമർശനം ഉണ്ടായിരുന്നോ? എവിടെ നിന്നെങ്കിലും ഒരു വിമർശനം ഉണ്ടായിരുന്നോ ഇതൊരു പ്രോപ്പഗണ്ട സിനിമയാണെന്ന്? ഇല്ല. കാരണം എന്താണെന്നറിയോ? അതൊരു സാങ്കല്പിക കഥയാണ്, നടന്നിട്ടില്ലാത്തൊരു കഥ, വിനയൻ്റെ ഭാവനയിൽ പടച്ചു വെച്ചൊരു കഥയാണ്. അതിനകത്ത് വിമർശിക്കാൻ മാത്രം ഒന്നുമില്ല. പക്ഷേ ദുരന്തർ അങ്ങനെയല്ല. ദുരന്തർ നടന്ന കഥയാണ് പറയുന്നത്. അപ്പോൾ ആർക്കൊക്കെ നോവും? നോവേണ്ടവർക്കൊക്കെ നന്നായിട്ട് നോവും. അപ്പോൾ കരഞ്ഞല്ലേ പറ്റൂ. ആ കരച്ചിലാണ് ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ വഴിയും മറ്റുമൊക്കെ ഈ സുഡാപ്പികളുടെയും കമ്പികളുടെയും നിന്നൊക്കെ വായിൽ നിന്നൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കരയട്ടെ, ചുമ്മാ അതങ്ങ് കരയട്ടെ.